നാട്ടിലെ റബിയോൾ ബഷീറാണ് അബുദാബിയിൽ നിന്ന് ഡെലിഗേറ്റിൽ നാട്ടാ. നമ്മളെപ്പോഴും വണ്ടി കൊണ്ടുവരുന്നവരടുത്ത് പറയാറുണ്ട്, ചെറിയൊരു ലീക്ക് കണ്ടാൽ ഇല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ഓൺ ടൈമിൽ ചെയ്യണം, ലീക്ക് കണ്ടാൽ അത് മാറ്റണം. നമ്മുടെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ടയോട്ട ക്യാമറിയാണ്. ക്യാമറയുടെ ഓയിൽ ലീക്ക് ഉണ്ട്, ഓയിൽ വളരെ കുറവാണ്, ഓയിൽ ലീക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇഞ്ചിൻ അഴിച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഓയിൽ ലീക്ക് മാറ്റാൻ വേണ്ടി ഇഞ്ചിൻ അഴിച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൽ ഓയിൽ കട്ട പിടിച്ചിട്ട് കൊടുത്ത് അല്ലാതെ ഇതാണ്ട അതിൻ്റെ പീസുകളാണ് ഈ കാണുന്നത്. കണ്ട അതിൻ്റെ അതിൽ വന്ന കച്ചറകളാണ് ഈ കാണുന്നത്. ഓയിൽ ഓൺ ടൈമിൽ മാറ്റാതെ മാസങ്ങളോളം ആ ഓയിലിട്ട് ഓടിച്ചിട്ട് 10,000 കിലോമീറ്ററിൻ്റെ ഒരു ഓയിൽ ചേഞ്ച് നിങ്ങൾക്ക് ഒരു ഓയിൽ തരുന്നുണ്ടെങ്കിൽ 9,000 അത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ 15,000 വരെ അത് വെച്ചിട്ട് ഓടുന്നിടത്തോളം ഓടാന്ന് വെച്ച് പറയുമ്പോൾ ഇതുപോലെ 8ൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഒരു ചെറിയ ഇത് ആകെ ഡാമേജാണ്, ഒരു അലുവ കഷ്ണം പോലെ പീസായിട്ടുള്ള അതിൻ്റെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഓയിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് ഓയിൽ ചേഞ്ച് ആയാലും കൂളൻ്റ് ആയാലും ഇല്ലെങ്കിൽ AC ഗ്യാസ് ആയാലും ഓൺ ടൈമിൽ അത് മാറ്റുക. ഒരു കംപ്ലൈൻറ്റ് കണ്ടാൽ ടൈമിൽ തന്നെ കാണിക്കുക, ഇല്ലെങ്കിൽ 100 ദിർഹംസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 500 ദിർഹംസ് ആവും ചിലവ് വരാം. അപ്പോൾ എൻജിൻ വർക്ക് ആയിക്കോട്ടെ, ഗിയർ ബോക്സിൻ്റെ വർക്ക് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ AC വർക്ക് ആയിക്കോട്ടെ, റേഡിയേറ്റർ ആയിക്കോട്ടെ, വാട്ട് എവർ പ്രോബ്ലം ഓൺ യുവർ കാർ, ലെറ്റ്സ് വെൽക്കം ടു ഡെലിഗേറ്റ് ഓട്ടോ ഗാരേജ് അബുദാബി മുസ്തഫ. ഏവർക്കും സ്നേഹസലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.